ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫ്ലിക്ക് ആൻഡ് ഫ്രെയിംസ്. അങ്ങനെ എമ്പുരാന്റെ ട്രെയിലർ എത്തി. ഗംഭീര സാധനം. ഇതുപോലൊരു ഐറ്റത്തിന് വേണ്ടി ഇത് കുറേ നാളായിട്ട് കാത്തിരുന്നുകൊണ്ടിരുന്നെ. മോർ ദാൻ എ ഫിലിം ആസ് എ ഫാൻ ഓഫ് ലാലേട്ടൻ. പുള്ളിയുടെ ലാസ്റ്റ് റീസെന്റ് ചെയ്ത പടങ്ങളിലൊക്കെ അവസ്ഥ അറിയാം. സോ പുള്ളിയുടെ ഒരു കമ്പാക്കിന് വേണ്ടി അത്രത്തോളം നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. സോ അങ്ങനെ എമ്പുരാൻ വരുന്നു. ഈ അടുത്തായി ലൈക്ക പ്രൊഡക്ഷനായിട്ട് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് പടം ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തു പോകുന്നവരെ ഓർത്തിരുന്നു. ബട്ട് ഏതായാലും പടം മാർച്ച് 27 ഇറങ്ങുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് പടത്തിന് ട്രെയിലർ ഇന്നലെ വന്നു. നമുക്കറിയാം മലയാളത്തിൽ തന്നെ ഏറ്റവും മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവിയാണ് എമ്പുരാൻ. സോ അതിൻ്റെ ട്രെയിലർ വന്നു. അടിപൊളി ഗംഭീര സാധനം. ടോട്ടാലിറ്റിയിലും എല്ലാ കാര്യത്തിലും വിഷ്വലി ആൻഡ് ടെക്നിക്കലി ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ട്രെയിലറിൽ ഗംഭീരമാണ്. നമുക്കൊരിക്കലും ഒരു ട്രെയിലർ വെച്ചൊരു പടത്തിനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഫോർ മീ ഐ എം ഹാപ്പി. ലൈക്ക് ഇതിന്റെ ഏറ്റവും മെയിൻ കാരണം എന്തെന്ന് വെച്ചാൽ ഇത്രയൊരു നമുക്കൊരു എക്സ്പെക്ടേഷൻ ആണ്. മോർ ദാൻ മോഹൻലാൽ, ദ ഡയറക്ടർ ഓഫ് ദിസ് മൂവി പൃഥ്വിരാജ്. സോ പൃഥ്വിരാജിന് പണി അറിയാം. സോ അത് നമ്മൾ ലൂസിഫറിലൂടെ കണ്ടാണ്. കാരണം മോഹൻലാൽ എന്ന് പറഞ്ഞ ആക്ടറായി കിട്ടുമ്പോൾ പല ഡയറക്ടേഴ്സും കൊണ്ട് നശിപ്പിച്ച് പോകുന്ന പ്രകൃതമാണ് ഈ ലാസ്റ്റ് മൂവീസൊക്കെ നമ്മൾ കണ്ടത്. പക്ഷെ പൃഥ്വിരാജിന് പണി അറിയാം. സോ നമുക്ക് കാരണം ഒരാളെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നു ലാസ്റ്റ് ഇറങ്ങിയ ലൂസിഫറും പിന്നെ ബ്രോഡാഡി. ആ ജോൺറ വെച്ച് നോക്കുമ്പോൾ ഗംഭീര ചിത്രം തന്നെ ബ്രോഡാഡി. ഒരു ഫീൽ ഗുഡ് ഫാമിലി എല്ലാം കൂടെ ഇരുന്ന് കണ്ട് മിങ്കിൾ ചെയ്യാന്നൊരു മൂവിച്ച്. പലർക്കും ബ്രോഡാഡിയിലോ അത്രത്തോളം അഭിപ്രായം ഇല്ലാതെ വന്നു. ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല, മിക്സ്ഡ് റിവ്യൂ ആയിരുന്നു. ബട്ട് ആ ഒരു ജോൺറയും ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു പടമാണ് ബ്രോഡാഡി. ബട്ട് ലൂസിഫർ, പുള്ളിയുടെ ഒരു ഫീൽഡാണ് ലൂസിഫർ. ആ പടം ചെയ്തു വെച്ചേക്കുന്ന രീതി, കാരണം ലൂസിഫറിന് മുമ്പ് മോഹൻലാലിൻ്റെ ഒരു വേസ്റ്റ് പീരീഡ് ആയിരുന്നു. കാരണം കുറേ മൂവീസ് തകർന്നു കഴിയുന്ന ഒരു അവസ്ഥ. സോ ആ ടൈമിലായിരുന്നു ലൂസിഫർ വന്നത്. ലൂസിഫർ നമ്മൾ കണ്ടു എന്താണ് മോഹൻലാൽ, വാട്ട് ഹി ക്യാൻ, അതാണ് പൃഥ്വിരാജ് ലൂസിഫറിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. സോ അതേ വിശ്വാസമാണ് എമ്പുരാനിലേക്ക് വരുമ്പോഴും. സോ കാരണം നമ്മളെ ട്രെയിലറിൽ തന്നെ അറിയാം ആ പടത്തിൻ്റെ ഒരു ക്വാളിറ്റി. സോ കാരണം ഇപ്പം ഈ പടത്തിന് ട്രെയിലർ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഇപ്പം സാധാരണ ഒരു പടത്തിൻ്റെ ബോളിവുഡ് മൂവീസ് നോക്കിയാൽ 4 മിനിറ്റോളം ട്രെയിലർ. ആ 4 മിനിറ്റ് കൊണ്ട് ആ ട്രെയിലറിന് എൻ്റെ കാര്യങ്ങൾ കാണിച്ചാണ്. ആ പടത്തിൻ്റെ കഥ, ഈവൻ ക്യാമിയോസ് വരെ എൻ്റെ നമുക്ക് കണ്ടു കാണും. പിന്നെ പടം പോയി കാണേണ്ട പോലും അവസ്ഥയില്ല. അപ്പോഴാണ് ഈ എമ്പുരാൻ ട്രെയിലർ. ഏകദേശം 4 മിനിറ്റോളം ഉണ്ട് ട്രെയിലർ. പക്ഷേ ആ ട്രെയിലർ കണ്ടിട്ടുണ്ടാ പടത്തിന്റെ കഥയോ ഒന്നും മനസ്സിലായിട്ടില്ല. സോ അങ്ങനെ വേണം. പുള്ളിക്ക് അറിയാം എങ്ങനെയാണ് ഓഡിയൻസിന് ഓരോ കാര്യങ്ങൾ കൊടുക്കേണ്ടതെന്ന്. അത് ഗംഭീരമായിട്ട് പുള്ളി കൊടുക്കുകയും ചെയ്യും. അതിന്റെ എക്സാമ്പിൾ ഇപ്പം എമ്പുരാൻ ട്രെയിലർ. കാരണം ആ ട്രെയിലറിലെ കറക്റ്റ് ആ പടത്തിൻ്റെ ഒരു മൂഡ്, അല്ലെങ്കിൽ ആ പടം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മൂഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെയാണ് എക്സാമ്പിൾ അതിൻ്റെ ജോൺട്ര. അല്ലെങ്കിൽ നമുക്കറിയാം ഒരു പൊളിറ്റിക്കൽ എൻ്റെ ഒരു മാസ് മൂവി അല്ല എമ്പുരാൻ. ലൂസിഫർ പോലത്തെ ഒരു പടം തന്നെയായിരിക്കും. കാരണം ടിപ്പിക്കൽ മാസ് ചിത്രമല്ല, പൊളിറ്റിക്സ് എല്ലാ കാര്യങ്ങളും ഉള്ള പടമാണ് എമ്പുരാൻ. സോ ആ ഒരു മൂഡ്, ആ പടത്തിൻ്റെ എക്സാക്ട് മൂഡ് എന്താണോ അതാണ് നമുക്ക് ഈ ട്രെയിലറിലൂടെ കാണിച്ചു തന്നത്. അത് അടിപൊളിയായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ മോഹൻലാലിനെ ആക്ടറെ യൂസ് ചെയ്താക്കുന്ന രീതി നമുക്കറിയാം. ലൂസിഫറിനകത്ത് മോഹൻലാലിന് ജസ്റ്റ് അറൗണ്ട് 1 hour താഴെ, അറൗണ്ട് 45 minutes എങ്ങാണ്ടുള്ള പുള്ളിയുടെ ഡ്യൂറേഷൻ. പക്ഷെ ആ ഡ്യൂറേഷൻ ഉള്ള പടം ഏതാണ്ട് 3 മണിക്കൂറോളുണ്ട്. എന്നിട്ട് പോലും ആ എൻ്റെ മൂവിൽ പുള്ളി ഈവൻ പുള്ളി ഇല്ലാത്തൊരു നേരത്ത് പോലും നമുക്ക് ആ ഒരു പുള്ളിയുടെ പ്രസൻസ് ഫീൽ ചെയ്യും. അതാണ് നമുക്കൊരു പറഞ്ഞത്, ഒരാൾക്ക് ചിത്രം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പടം എടുക്കാൻ അറിയാമെങ്കിൽ അയാളുടെ ഈ കറക്റ്റായിട്ടുള്ള ആളെ കൂടെ കിട്ടിയാൽ അത് മതി. അത് പൃഥ്വിരാജിന് ഏതായാലും ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. പുള്ളി 100% പ്രിപ്പയർഡ്. പുള്ളി ഒരു ഡയറക്ടർ എന്ന നിലയിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന മനുഷ്യനല്ല. കാരണം ഒരു സിനിമയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് അറിയാം. സോ ഈവൻ ഡയറക്ഷൻ അല്ലെങ്കിൽ ഈവൻ ഒരു സിനിമയിൽ പോകുമ്പോൾ പുള്ളി തന്നെ പല ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പുള്ളി ആദ്യം ലൊക്കേഷൻ ഫിക്സ് ചെയ്യും, അവിടെ എന്തൊക്കെ ചെയ്യണം. പുള്ളിക്ക് പടം എടുക്കുന്നതിന് മുമ്പ് പ്രിപ്പറേഷനാണ് കൂടുതൽ വേണ്ടത്. അത് കഴിഞ്ഞാൽ എല്ലാം ഈസി ആയിട്ട് പോകുന്നതാണ് പുള്ളി പറയുന്നത്. അത് നമ്മൾ ലൂസിഫറെ കണ്ടാണ് പുള്ളിയുടെ ക്യാപ്പബിലിറ്റി എന്താണ്. സോ ആ ഒരു എക്സ്പെക്ടേഷൻ എമ്പുരാനിലും ഉണ്ട്. സോ ട്രെയിലർ കണ്ടപ്പോൾ ഏതായാലും ആ ഒരു എക്സ്പെക്ടേഷൻ ഒന്നുകൂടെ പീക്ക് ലെവലിലേക്ക് മാറി. പിന്നെ നമുക്കറിയാം കമ്പയർ ടു ലൂസിഫർ, എമ്പുരാൻ കുറച്ചുകൂടെ ലാർജ് സ്കെയിൽ മൂവിയാണ്. നമുക്ക് ഓരോ കാര്യങ്ങളും, കാരണം ഓരോ ക്യാരക്ടേഴ്സിനെ റിവീൽ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി. കാരണം അത്രത്തോളം ക്യാരക്ടേഴ്സും അത്രത്തോളം ഡെപ്ത് ആയിട്ടുള്ള സ്റ്റോറിയുള്ള മൂവി ആയിരിക്കും എമ്പുരാൻ. അങ്ങനെ തന്നെയാണ് പുള്ളി നമ്മളെ പ്രത്യേകിച്ച് പല ഇന്റർവ്യൂവിലും പറഞ്ഞിരിക്കുന്നത്. സോ ഹെവിലി വെയിറ്റിംഗ് ഫോർ ദിസ് മൂവി. സോ ഇങ്ങനെ വേണം ആക്ടറെ കിട്ടുമ്പോൾ അത് യൂസ് ചെയ്യണ്ടേ. അതുപോലെ തന്നെ റെഫറൻസ് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. മോഹൻലാലിനെ സാധാരണ പല ഡയറക്ടറും പുള്ളിയുടെ തന്നെ പഴയ പടത്തിലെ കുറേ റെഫറൻസ് എടുത്ത് വെച്ച് നശിപ്പിച്ച് കളയുന്നൊരു ഇത് കണ്ടിട്ടുണ്ട് പല പടത്തിലും. അവിടെയാണ് പൃഥ്വിരാജ് എന്ന ഡയറക്ടറിന്റെ ഒരു റിലയൻസ്. കാരണം ഇപ്പം ലൂസിഫറി ആയിക്കോട്ടെ, ലൂസിഫറിനകത്ത് ഇപ്പം മയിൽവാഹിനെ ചവിട്ടുന്ന ഒരു രംഗം, അത് മോഹൻലാലിന്റെ പ്രിയ ഒളിമ്പിയൻ അന്തോണിയാന്നുള്ള പടത്തിലുള്ള ഒരു സീക്വൻസ് ആണ്. പക്ഷെ അത് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് അങ്ങനെയാണ് റെഫറൻസ് ഉണ്ട്. ഈവൻ എമ്പുരാന്റെ ട്രെയിലറിൽ നമുക്കൊരു ഫോറസ്റ്റിനകത്തുള്ള ഒരു ഫൈറ്റ് സീനിന്റെ ഇടയ്ക്ക് മോഹൻലാൽ വാടാൻ വെക്കുന്നത് കാണാം. പുള്ളി അത് പറയുന്നില്ല, പക്ഷേ ആ സീൻ കാണുമ്പോൾ നമ്മളെ ഓഡിയൻസിനെ കൊണ്ട് അത് പറയിപ്പിക്കുകയാണ് പൃഥ്വിരാജിന്റെ ബ്രില്യൻസ്. സോ അതാണ് പറഞ്ഞത്, പൃഥ്വിരാജിന് പണി അറിയാം. സോ
ഹെവി വെയിറ്റിംഗ് ഫോർ ദിസ് മൂവി. സോ നിങ്ങൾ ട്രെയിലർ കാണാത്തവരായിട്ട് തന്നെ ഇല്ല, എന്നാലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. സോ ഹെവിലി വെയിറ്റിംഗ് ഫോർ എമ്പുരാൻ ഓൺ March 27. സോ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ അഭിജിത്ത് ആൻഡ് യു ആർ വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് ഫ്രണ്ട്സ്.